നമസ്കാരം. KL71 വ്ളോഗേഴ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദരമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പിന് പോവുകയാണ്. ട്രിപ്പെന്ന് പറഞ്ഞാൽ തിരൂര് വരെ ചെറിയ യാത്രയാണ്. ഏകദേശം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ അവിടെ തിരൂര് വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പഠിക്കുകയും എല്ലാം ചെയ്തത്. 4-5 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങളും എല്ലാം ഒന്ന് നിങ്ങളെയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ കൂടുതലും റോഡുകളിൽ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായും വാഹനം ഓടിക്കുമ്പോൾ, ബൈക്കായാലും സ്കൂട്ടറായാലും എന്തായാലും വാഹനം ഓടിക്കുമ്പോൾ ദയവായി എല്ലാവരും ഹെൽമറ്റ് വെക്കാൻ ശ്രമിക്കുക. അത് മുന്നിലുള്ള ആളും പുറകിലുള്ള ആളായാലും ആരായാലും ഹെൽമറ്റ് നിർബന്ധമായി എല്ലാവരും വെക്കുക. അതുപോലെ കാർ ഓടിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കുക. പിന്നെ കൂടുതലായിട്ടും മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാതിരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ യാത്ര ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങൾ പോവാണ്, തിരൂര് വരെ പോവാണ്. പോകുന്ന വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയാം. ഞാനും എൻ്റെ കൂട്ടുകാരൻ രാജേഷുണ്ട്. ഇന്നും ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ഇട്ട പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ പോകുന്ന വീഡിയോസുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ചന്തകുന്നെത്തിയപ്പോൾ ഒരു സ്റ്റിക്കർ കട കണ്ടു. അങ്ങനെ നമ്മുടെ സ്കൂട്ടറിൽ നമ്മുടെ വ്ളോഗേഴ്സ് ചാനലിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒട്ടിച്ച് തന്നു. ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ കനോലി പ്ലോട്ടിലെത്തി. നല്ല വെയിലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളങ്ങനെ യാത്ര പോവുകയാണ്. ഇത് കനോലി പ്ലോട്ടാണ്. കനോലി പ്ലോട്ട് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഇപ്പോൾ ഞങ്ങൾ മഞ്ചേരി എത്താറായി. മഞ്ചേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അത്യാവശ്യം റോഡിൽ നല്ല തിരക്കുകളൊക്കെ ഉണ്ട്, നല്ല വെയിലുമാണ്. ഞങ്ങളിപ്പോൾ മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തി. ഞങ്ങളിനി അടുത്തത് പോകുന്നത് ഇത് മഞ്ചേരി പുതിയ സ്റ്റാൻഡാണ്. അടുത്ത ഞങ്ങൾ മഞ്ചേരി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഞങ്ങൾക്ക് മലപ്പുറത്തോട്ടാണ് പോകാനുള്ളത്. ഇപ്പോൾ ഞങ്ങൾ മലപ്പുറം സ്ക്വയറാണ്. മലപ്പുറത്ത് എത്തി. ഞങ്ങൾ നിർത്തി വെള്ളം കുടിച്ചിട്ടൊക്കെയാണ് വന്നത്. നല്ല വെയിലാണ്. ഇത് മലപ്പുറം മിനി സിവിൽ സ്റ്റേഷനാണ്. ഞങ്ങളങ്ങനെ മലപ്പുറം കഴിഞ്ഞ് പോയി. ഇപ്പം ഞങ്ങൾ കോട്ടക്കൽ അങ്ങാടിയിലോട്ട് എത്താറായി. കോട്ടക്കലാണിപ്പം. നല്ല റോഡിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം റോഡിന് വലിയ വീതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമയമായി. അതുകൊണ്ട് ഏകദേശം ഉച്ചയായി, 1 മണി കഴിഞ്ഞു. ഞങ്ങളിനി ചങ്കുവെട്ടി നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ വൈലത്തൂരിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ വൈലത്തൂരെത്തി. വൈലത്തൂർ ജംഗ്ഷനിൽ നിന്നും ഞങ്ങൾക്ക് വലത്തോട്ടുള്ള റോഡ് പറമ്പിൻമുകൾ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. ഞങ്ങളിവിടുന്ന് വൈലത്തൂർ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് വൈലത്തൂർ പറമ്പിൻമുകൾ കോഴിച്ചെണ്ണ റൂട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഇത് കാണുന്നത് ഞാൻ 1 മുതൽ 4 വരെ പഠിച്ച സ്കൂളാണ്. നല്ല ഡെവലപ്പായിട്ടുണ്ട് സ്കൂള്. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. നല്ല ഡെവലപ്പായിട്ടുണ്ട്. അങ്ങനെ പറമ്പിൻമുകൾ അങ്ങാടിയാണ്. അങ്ങാടി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു അങ്ങാടിയാണ്. പറമ്പിൻമുകൾ അങ്ങാടിയിലെത്തി. ഇനി ഞങ്ങൾക്ക് പറമ്പിൻമുകളിൽ നിന്നും ഇടത്തോട്ട് റോഡുണ്ട്. ചിലവിൽ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ റോഡിലാണ് ഇപ്പോൾ കയറി പോകുന്നത്. റോഡ് പോണത് ഞങ്ങൾ ആദ്യം താമസിച്ച ഒരു വീടാണ്. അവിടെ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിനോട് അടുത്തായിട്ടൊരു ക്ഷേത്രക്കുളമുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അത് ചെറിയ റോഡാണ്. അത്യാവശ്യം പണ്ട് ഇതിലേക്ക് ഓടി നടന്നിട്ടുള്ള ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ചെറിയ വഴിയാണ്. ഒരു
ബൈക്കിനൊക്കെ പോകാൻ ഉള്ള റോഡാണ്. റോഡ് കുറച്ചൊക്കെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഡെവലപ്പായിട്ടുണ്ട്. ചെറിയ റോഡാണ്. അങ്ങനെ വലിയൊരു ഇറക്കം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് ഞങ്ങൾ താമസിച്ച വീടിൻ്റെ അവിടെ. ഇപ്പോൾ ആ വീടൊന്നുമില്ല, എൻ്റെ അടുത്തുള്ള ക്ഷേത്രക്കുളമാണ്. ഈ കുളത്തിലൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ അമ്മയും ഞാനും സഹോദരിയൊക്കെ വന്ന് കുളിക്കാറും തുണി നനയ്ക്കലും എല്ലാം ചെയ്യാറുള്ളതാണ്. ഇത് ക്ഷേത്രത്തിൽ കുളത്തിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന വലിയൊരു ആലിൻ്റെ മരമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് ഇങ്ങനെ നിന്നതിന് ശേഷം ഞാനൊരു രാശം കൂടി പതുക്കെ വണ്ടിയെടുത്ത് നമ്മൾ ഇവിടെ ക്ഷേത്രമുണ്ട്, ക്ഷേത്രം കാണണം. ഇത് കൽപ്പടവുകളാണ്. ഇവിടെയൊക്കെയാണ് ഞങ്ങൾ പണ്ട് കുളിച്ചിട്ടുള്ളത്. ഇപ്പോഴും പായൽ പിടിച്ച് കിടക്കാണ്, ഉപയോഗിക്കാറുണ്ട്, ആളുകൾ കുളിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ പായൽ പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുത്തെ ശിവക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട്, ചെറിയ പണ്ടത്തെ വഴികളാണ്, കല്ലൊക്കെ കെട്ടി പണ്ടത്തെ വഴിയാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. രാജേഷാണ് ഫോൺ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ക്ഷേത്രം. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് വണ്ടി പോവില്ല, നമുക്ക് നടന്നു പോകാനുള്ളതാണ്. പക്ഷേ ഞങ്ങൾ വണ്ടി തിരിച്ച് എങ്ങനെയെങ്കിലും റോഡിലെത്തണം. ഇതാണ് ക്ഷേത്രം. അത് ചിലവിൽ ഉമാമഹേശ്വരി ക്ഷേത്രമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. ചെറിയൊരു വഴിയുണ്ട്, കറക്റ്റ് ഒരു സ്കൂട്ടർ പോവും. വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിങ്ങനെ പോയി, വഴി കണ്ടു, റോഡ് കണ്ടു, ഒരുവിധം റോഡിലെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എൻ്റെ ഒരു കളിക്കൂട്ടുകാരൻ്റെ വീട്, രഞ്ജിത്ത് എന്നാണ് അവൻ്റെ പേര്, അവൻ്റെ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ റോഡിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവൻ്റെ നമ്പറൊന്നുമില്ല എൻ്റെ കയ്യിൽ. 10-15 വർഷമായിട്ട് ഞാനൊന്ന് പോകുന്നതാണ്. രഞ്ജിത്തിൻ്റെ വീട്ടിലെത്തി. അവൻ്റെ മോനുണ്ട് അവിടെ. അപ്പോൾ അമ്മയില്ലേന്ന് ചോദിച്ചപ്പോൾ അമ്മ വന്നു. അങ്ങനെ രഞ്ജിത്തിൻ്റെ നമ്പർ വാങ്ങി ഞങ്ങൾ തിരൂർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. അവിടെ എത്തി ഞങ്ങൾ രഞ്ജിത്തിനെ വിളിച്ചു. അപ്പോൾ അവൻ തിരൂരുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ മാർക്കറ്റിലോട്ട് വരാമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ രാജേഷും കൂടി ഒരു റൗണ്ട് അടിക്കാൻ കരുതി. ഇവിടുത്തെ ഷോപ്പുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു. അവൻ ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് കടകളും ഷോപ്പുകളൊക്കെ കണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വിലക്കുറവാണ് ഇവിടെ. മൊബൈൽ അക്സസറീസും തുണിക്കടയും എല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം ഇപ്പം പെരുന്നാളിൻ്റെ തിരക്കാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ രഞ്ജിത്ത് വിളിച്ചു, ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിത്ത് വന്നു. രഞ്ജിത്തിനെ മീറ്റ് ചെയ്തു. 15 വർഷത്തെ ഗ്യാപ്പുണ്ട് ഞങ്ങൾ കണ്ടിട്ട്. കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. അവൻ പറഞ്ഞു നമുക്കൊന്ന് കറങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്ന് അങ്ങനെ രാജേഷിനെ പരിചയപ്പെടുത്തി. അവൻ ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളങ്ങനെ ഒന്ന് കറങ്ങാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് രാജേഷിന് ലോട്ടറി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ലോട്ടറിയൊക്കെ എടുത്ത് ഞങ്ങൾ ഒരു ജ്യൂസ് കടയിലൊക്കെ കയറി ഞങ്ങൾ 3 പേരും കൂടി വളരെ സന്തോഷമായി ജ്യൂസൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു.